ഇവിടെയാണ് നമുക്ക് ഇറങ്ങാം. ചേച്ചി ഒരു ടാറ്റോ എടുത്തോ. പൊന്നി നടക്ക്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ ദുബായി പോവാട്ടാ. നമുക്ക് നാഷണൽ ഹോളിഡേ ആയിട്ട് 4 ദിവസമാണ് അവധി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ദുബായ് ശനി എനിക്ക് 4 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ദുബായ് ഫ്രൈ കാണാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഇറങ്ങിയാലേ അപ്പൊ വേഗം എത്തുള്ളൂ. അപ്പൊ പോണ വഴിയിൽ ബാക്കി വിശേഷങ്ങൾ കണ്ടു പോവാം. ഓക്കെ, Jubail Estate. ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ്സിലോട്ടോ ദുബായി ഫ്രെയിം കാണാൻ പോകുന്നത്. ജുബൈൽ ബസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ദുബായ് ഫ്രെയിമിലോട്ട് പോകാനായിട്ട് ആദ്യം ബസ് എടുത്തിട്ട് യൂണിയനിലോട്ട് പോകണം. യൂണിയനിൽ നിന്ന് മെട്രോ എടുക്കണം. മെട്രോ എടുത്തിട്ട് F01 മെട്രോ ഇറങ്ങുന്ന സ്ഥലത്ത് F01 എന്ന ബസ് എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ദുബായ് ഫ്രെയിമിന്റെ ഫ്രണ്ടിലെത്തും എന്നാണ് പറയപ്പെടുന്നത്. ചെന്ന് നോക്കാം. പറ, ഡയറക്ഷൻസ് ഒക്കെ പറ. എനിക്ക് പറയില്ല എങ്ങനെ എത്തുന്നറ. ഏത് ബസ് നമ്പറാണ് അവിടെ എത്തിയിട്ട്? നമ്മൾ മെട്രോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് മെട്രോ കൈ കൊണ്ട് എടുക്കും. ഗൈസ്, നമ്മള് മെട്രോ കയറാൻ പോവുകയാണ്. ഇനി മെട്രോ കയറിയിട്ട് അറിയുള്ളൂ എങ്ങനെയാണ് ദുബായ് ഫ്രെയിം എത്താത്. ബസ്സിന്റെ ഒരു കാര്യം വേണ്ടത്. 5 പേര് കാണുന്നുണ്ട്. നമ്മുടെ 5 പേരും കറക്റ്റ് അറിയില്ല. ഇതിൽ നോക്കിയിട്ട് ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. ഇവിടെ മാക്സിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. റൂട്ടാണിത്. المحطة القادمة هي بنك أبو ظبي التجاري. The next station is ADCB. അങ്ങനെ നമ്മൾ മെട്രോ സാഹസികമായി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇങ്ങനെ എമർജൻസി എക്സിറ്റ് അല്ലേ ഇത് ഓടുന്നു. അതൊക്കെ വലിച്ച് പറിച്ചെടുക്കും. ഭക്ഷണം കഴിച്ചിട്ട് മതി ദുബായ് ഫ്രെയിം. ഉച്ചയ്ക്ക് 1 മണിക്കാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തെങ്കിലുമൊക്കെ തിന്നണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നു പോകണം. ഇത് കാണുന്നുണ്ട്. ഉണ്ടല്ലേ. പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ വന്നേക്കാം. ചേച്ചി ഒരു ടാറ്റോ എടുത്തോ. ഞങ്ങളിത് ദുബായ് ഫ്രെയിമിലേക്ക് എത്തിയിരിക്കുകയാണ്. ദുബായ് ഫ്രെയിം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളെ നിവിച്ചേച്ചി കണ്ടിരുന്നു. നമ്മളെ ചേച്ചി നമ്മള് വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവരോട് നിൽക്കുന്നു. വീഡിയോ എടുത്തു. അവര് അവിടെയായിരുന്നു. അവർക്ക് അവിടെയാണ്, അപ്പുറത്താണ്. അവർക്കൊരു അവാർഡ് ഫംഗ്ഷൻ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ അപ്പുറത്താണ്. അപ്പൊ നമുക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് നോക്കിയില്ല. അപ്പൊ നമുക്കിനി ഇത് കാണാം, നമ്മുടെ ദുബായ് ഫ്രെയിം. ചേട്ടൻ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തരാം. തിരിഞ്ഞിരുന്നു. ഏത് ഫ്രെയിം?
അവിടെ മുഖം വന്നപ്പോ ചിരിക്കുന്നു. ഇവര് ക്യാമറ അലോ ക്യാമറ കൊടുത്തോ. അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുന്നു. എൻ്റെ പൊന്നെ മായാജാലം. കണ്ണട ഊരിട്ട് നോക്കട്ടെ. എവിടെയൊന്നും കാണില്ലത്. ചേട്ടൻ്റെ കണ്ണട കറുപ്പായതുകൊണ്ട് അല്ല ഓൾറെഡി വീഡിയോയിലുണ്ട്. ഞാൻ ബൈക്കോട് വന്നാ പോലെ. ഈ വഴിയാണ് കേട്ടോ ഗൈസ് നമുക്ക് പോകേണ്ടത്. മൈക്കൊന്നും ഇല്ലാണ്ട് കേൾക്കാവും. മൈക്കില്ലാണ്ട് എത്രമാത്രം സൗണ്ട് കേൾക്കുന്ന അറിയില്ല കേട്ടാ. മൈക്കൊക്കെ എടുത്ത് അതിന്റെ പ്ലഗ് എടുത്തില്ല. അതാണ് പ്രശ്നം. സ്പീഡിലായിരുന്നല്ല യാത്ര, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു യാത്ര. അതാണ് ഗൈസ് ഇവർ എത്ര മനോഹരമായിട്ടാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട. അപ്പൊ നമ്മുടെ ഉള്ളിൽ കയറാൻ മ്യൂസിയം ആണ് കേട്ടത്. ഇവിടെ പഴയ നമ്മുടെ ഹിസ്റ്ററി ചരിത്രമല്ല പറഞ്ഞേ. Forty-eight floors, 150 meters high. You can walk in the glass, holding the laboratory, suspending safety. പേടിച്ച് നടക്കല്ലേ, അടിക്കൂടെ നോക്കി നടക്ക് നടക്ക്. ഗൈസ് ഇത് മറയാനുള്ള പ്ലാനിങ് കേട്ടാ. മറഞ്ഞിനി എന്തുട്ടൊക്കെ ആക്കാവും. അപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യം ഇരിക്കും ഇതിന്റെ മേലെ നിൽക്കുമ്പോ കാലും കൈയൊക്കെ വർക്കിന്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2050 ഫ്യൂച്ചർ ദുബായ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്.
ലൈറ്റ് കുറവാ. ടോപ്പിലുണ്ട് നമുക്ക് ഒരു ടോപ്പ് സുവിനീർ ആദ്യം എടുത്തതാണല്ലോ. 20 രൂപ സുവിനീർ. എല്ലാത്തിനും ഫ്രെയിം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിം കണ്ടിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു പ്രാവശ്യം കാണാനുള്ളത് കേട്ടോ. ആ ഒരു പ്രാവശ്യം 50 dirhams ആണ് ഇല്ല ടിക്കറ്റ് റേറ്റ്. പിന്നെ 46 അടിയാന്ന് തോന്നണം. അവർ പറഞ്ഞു നമ്മളോട് 56 അടി മേലെ അടി നോക്കുമ്പോ എനിക്ക് കാലും കൈയൊക്കെ വരച്ചിട്ട് വീണ്ടും വീണ്ടും നടക്കണ ക്ലാസ് കാശയില് പോണത് അത് കാണാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അവിടെ ഇത്തിരി കണ്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. എന്നിട്ട് ഓരോ സ്ക്രാച്ചുകൾ കാണിച്ചത് ഈ ക്ലാസ് സ്ക്രാച്ച് ഉണ്ട്, ഈ ക്ലാസ് സ്ക്രാച്ച് ഉണ്ട്. അപ്പൊ നല്ല യാത്രയായിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല. ദുബായ് ഫ്രെയിം ഒക്കെ എന്തായാലും കാണേണ്ടതായിട്ടുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇനി ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും മേടിച്ചിരുന്നില്ല. അതാണ് പ്രശ്നം. മെയിൻ പ്രോബ്ലം അതാണ് ഇപ്പൊ നടക്കുന്നത്. ഈ സമയത്തൊക്കെ പോയി നമ്മൾ നേരത്തെ വന്ന നന്നായി. അതേ വാട്ടർ ഷോ. കൊണ്ട് നമ്മള് നേരത്തെ വന്നോണ്ട് രക്ഷപ്പെട്ടിട്ട്. അതേ ഇപ്പൊ 2 മണിക്കൂറത്തെ ക്യൂ നോക്കിയത് അവിടെ. തിരിച്ചിങ്ങി അടുത്തത് ഇങ്ങോട്ടാണ്. നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിന് മുന്നേ എനിക്ക് ഫുഡ് മേടിച്ചതിന് ഇവിടെ എന്തെങ്കിലും കിടക്കും. ഞാൻ കഴിഞ്ഞ് നമ്മൾ ദുബായ് ഫ്രെയിമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അടുത്ത ഡെസ്റ്റിനേഷൻ റൂമൊന്നും അറിയരുത്. എനിക്കറിയില്ല. അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കപ്പ്. ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. ഭയങ്കര തിരക്ക്. ഇത് വണ്ടികളുണ്ടില്ലേ, ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് ബ്ലോക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലൊക്കെയാണ് കേട്ടോ ടൂറിസ്റ്റ്. കഴിക്കാനുള്ള പോക്കാണ്. പക്ഷെ ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റുകളൊന്നും കാണില്ല. അതാണ് പ്രശ്നം. ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. ഇവിടെ നിന്ന് ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കിടന്ന്. അപ്പുറത്തെ സൈഡാണ് തോന്നുന്നു റെസ്റ്റോറൻറ്റ്. നോക്കേണ്ടി വരും. ലുലു ഒക്കെ അവിടെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് ഫുഡ് അന്വേഷിക്കാം. ആ ഇവിടെ ഉണ്ടല്ലോ. ഫുഡൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞു കേട്ടോ. ദാഹിച്ചിട്ട് 2 ജ്യൂസ് മേടിച്ചു കേട്ടോ. നല്ല ചൂടുണ്ട്. തണവ് വന്നെങ്കിലും കൂടി നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ജ്യൂസൊന്നും ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. ഹലോ, അപ്പോൾ ഞങ്ങളിത് എല്ലാതും കഴിഞ്ഞ് ഒരു പുൽമൈതാനത്തിൽ വന്നിരിക്കുന്നു. പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ ഇപ്പുറത്തൊക്കെ. ഇങ്ങനെ വന്നിരിക്കുക. നല്ല സ്ഥലമാണ്. നല്ല തണലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. തണലുള്ള സ്ഥലമായതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കും. ചിലർ ഫുഡ് കഴിക്കുന്നുണ്ട്, ചിലവരിങ്ങനെ കിടക്ക് വർത്താനം പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ